പക്ഷേ ആ ഒരു പ്രായത്തിൽ എനിക്ക് തീരുമാനമെടുക്കാൻ ഒത്തിരി പ്രയാസങ്ങൾ ചോദിക്കാൻ തുടങ്ങി. ദൈവം ഉണ്ടോ? എനിക്ക് കിട്ടിയ ഈ ദൈവാനുഭവങ്ങളൊക്കെ ഒരു കുഞ്ഞു നിമിഷത്തെ എൻ്റെ മനസ്സിൽ വന്ന കുറേ ചിന്തകൾ മാത്രമായിരുന്നു. അപ്പോൾ കഴിഞ്ഞ വർഷം എന്ന് പറഞ്ഞാൽ I was 26. എനിക്ക് വേണ്ടി ആലോചനകൾക്കൊക്കെ ഇങ്ങനെ എന്നോട് പറയുന്നുണ്ട്, എടാ നിനക്ക് ഞാൻ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ലിയോ വർഗീസ് എന്നാണ്. ഞാൻ വരുന്നത് മുംബൈയിലെ കല്യാൺ എന്ന് പറയുന്നൊരു സിറ്റിയിൽ നിന്നാണ്. എൻ്റെ ദേവുളിയിലേക്കുള്ള യാത്ര എങ്ങനെയായിരുന്നു ഇത് പങ്കുവെക്കാനാണ് ഞാനിന്നിവിടെ ഇരിക്കുന്നത്. ആ കുഞ്ഞ് പ്രായത്തിൽ തന്നെ എന്തോ എനിക്ക് കുർബാനയോട് ഭയങ്കര സ്നേഹവും ഒരു ആകർഷണവും ഇഷ്ടമൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. എനിക്ക് അൾത്താരയിൽ ശുശ്രൂഷ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ അന്നൊന്നും ഒരു വൈദികനാകാൻ ഉള്ളൊരു ഇഷ്ടം, ഒരു തോന്നൽ അതൊന്നും എൻ്റെ മനസ്സിലില്ലായിരുന്നു. 12ാം ക്ലാസ്സിൽ എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, ഞാൻ വിശുദ്ധ ബലി കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ്റെ കരങ്ങളിൽ ഇങ്ങനെ തിരുവോസ്തി ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് എൻ്റെ സൺഡേ സ്കൂളിൽ ഞാൻ കുർബാനയെക്കുറിച്ച് പഠിച്ച എല്ലാ കാര്യങ്ങളും എൻ്റെ മനസ്സിൽ വളരെ വേഗത്തിൽ ഓടി വന്നു. അതെനിക്ക് ഒരു ഭയങ്കര അനുഭവമായിരുന്നു. എനിക്ക് മനസ്സിലായി എൻ്റെ ഉള്ളിൽ വിശുദ്ധ കുർബാനയോടുള്ള സ്നേഹം പതുക്കെ കൂടുവാണെന്ന് എനിക്ക് മനസ്സിലായി. എനിക്കെന്തോ വിശുദ്ധരോടൊരു ആകർഷണം തോന്നാൻ തുടങ്ങി. അവരെങ്ങനെയാണ് ഈശോയ്ക്ക് വേണ്ടി ജീവിച്ചത്, അവരെക്കുറിച്ച് വായിക്കാൻ തുടങ്ങി. പറ്റുമ്പോഴൊക്കെ ഷാലോം ടെലിവിഷൻ കാണുമായിരുന്നു. അപ്പോൾ അതിലുള്ള ധ്യാന പ്രസംഗങ്ങൾ കേൾക്കാൻ തുടങ്ങി. ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ ആ ഒരു 1-2 വർഷ കാലയളവിൽ സംഭവിക്കാൻ തുടങ്ങിയപ്പോൾ എവിടെയോ മനസ്സിൻ്റെ ഏതോ ഒരു ഭാഗത്ത് എനിക്കിങ്ങനെ എന്തുകൊണ്ട് ഞാനൊരു അച്ഛനായിക്കൂടാ എന്നൊരു തോന്നൽ എനിക്ക് വന്നു. അങ്ങനെ ഞാൻ പതുക്കെ അതിനെക്കുറിച്ച് ഇങ്ങനെ സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങി. കുർബാന അർപ്പിക്കുന്നതും പ്രസംഗിക്കുന്നതും അല്ലെങ്കിൽ കുമ്പസാരം കേൾക്കുന്നതും ഒക്കെ ഞാനിങ്ങനെ അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. പക്ഷേ ആ ഒരു പ്രായത്തിൽ എനിക്ക് തീരുമാനമെടുക്കാൻ ഒത്തിരി പ്രയാസങ്ങളുണ്ടായിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ എൻ്റെ വീട്ടിൽ ഈ കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ അമ്മ കരഞ്ഞു. എൻ്റെ അമ്മ കരയുന്നത് കണ്ടപ്പോൾ എന്നെ അത് വല്ലാതെ എഫക്റ്റ് ചെയ്തു. ഞാൻ വല്ലാതെ പേടിച്ചു പോയി. ഞാൻ ഈ എടുക്കുന്ന തീരുമാനം ശരിയാണോ എന്ന് ഞാൻ 100 വട്ടം ചിന്തിക്കാൻ തുടങ്ങി. എന്തായിരുന്നാലും എൻ്റെ 12ാം ക്ലാസ്സിലെ പഠിത്തമൊക്കെ കഴിഞ്ഞു. ഞാൻ രണ്ടും കൽപ്പിച്ചു. ഞാൻ എൻ്റെ വികാരിയച്ഛനെ പോയി കണ്ടു. അന്ന് അച്ഛൻ എന്നോട് പറഞ്ഞൊരു കാര്യം, മോനെ വേണമെങ്കിൽ ഞാൻ നിനക്ക് ലെറ്റർ തരാം, നിനക്ക് സെമിനാരിൽ പോവാം. പക്ഷേ എനിക്ക് തോന്നുന്നു നീ പോയാൽ തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. നിനക്ക് ആ ഒരു മെച്യൂരിറ്റി, ആ ഒരു പക്വത ഇതുവരെ വന്നിട്ടില്ല. നീ ഒരു കാര്യം ചെയ്യ്, നീ മുമ്പോട്ട് പഠിക്ക്, നിനക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് എടുത്ത് പഠിക്കുക. എന്നിട്ടും നിൻ്റെ ഉള്ളിൽ ഈ ആഗ്രഹം ഉണ്ടെങ്കിൽ നീ തീർച്ചയായിട്ടും തിരിച്ചു വാ, ഞങ്ങളെടുത്തോളാം എന്ന് പറഞ്ഞു. സത്യത്തിൽ എനിക്കത് ആദ്യം കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. പക്ഷേ ഇപ്പം ഞാൻ ചിന്തിക്കുമ്പോൾ എനിക്കതൊരു അനുഗ്രഹമായിട്ടാണ് തോന്നുന്നത്. എനിക്ക് കമ്പ്യൂട്ടേഴ്സ് ഒത്തിരി ഇഷ്ടമായിരുന്നു. ഞാൻ പഠിച്ചത് കമ്പ്യൂട്ടർ സയൻസാണ്. അപ്പോൾ ഞാൻ ഓർത്തു, ഓക്കെ, ഞാൻ എന്നാൽ എൻജിനീയറിങ് ചെയ്യാം. എൻജിനീയറിങ് ചെയ്തു. 4 വർഷം എൻജിനീയറിങ് വളരെ വളരെ നല്ല ഓർമ്മകളുള്ള ഒരു കാലമായിരുന്നു. പക്ഷേ എവിടെയോ ഞാൻ എൻജിനീയറിങ് കോളേജിൽ വന്നപ്പോൾ ഞാൻ ഒത്തിരി ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. ദൈവം ഉണ്ടോ? എനിക്ക് കിട്ടിയ ഈ ദൈവാനുഭവങ്ങളൊക്കെ ഒരു കുഞ്ഞു നിമിഷത്തെ എൻ്റെ മനസ്സിൽ വന്ന കുറേ ചിന്തകൾ മാത്രമായിരുന്നു. ഇതിനൊക്കെ എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഇത് ശരിക്കും ദൈവം എൻ്റെ ജീവിതത്തിൽ സ്പർശിച്ചതാണോ? അതോ മറ്റേത് ചിന്തകളെപ്പോലെയും ഒരു ചിന്ത? അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് എൻ്റെ മനസ്സിൽ വന്നപ്പോൾ ഞാൻ പതുക്കെ ദൈവത്തിൽ നിന്ന് അകലാൻ തുടങ്ങി. എൻ്റെ ജീവിതത്തിലെ സന്തോഷം അത് എനിക്ക് ക്രിസ്തുവെ കൂടാതെയും എനിക്ക് സന്തോഷിക്കാം എന്ന് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. കോളേജിലൊക്കെ ഞാൻ അത്യാവശ്യം പാട്ടൊക്കെ പാടുമായിരുന്നു. ഞങ്ങളുടെ കോളേജിൽ ഞങ്ങളുടെ മ്യൂസിക് ബാൻഡൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ബാൻഡിലൊക്കെ ഞങ്ങൾ പാടുന്നു. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഒത്തിരി അറ്റൻഷൻ കിട്ടുന്നു. പ്രത്യേകിച്ച് ഒത്തിരി നമുക്ക് പെൺപിള്ളേരൊക്കെ നമ്മളോട് വന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് അതാണ് പിന്നെ നമ്മുടെ ലോകം. അവരെ ഇമ്പ്രസ് ചെയ്യുക, അല്ലെ അവർക്ക് നമ്മളോട് ഇഷ്ടമുണ്ടോ എന്നൊക്കെ അന്വേഷിക്കുക, അല്ല അവരോട് നമ്മുടെ ഇഷ്ടങ്ങൾ തുറന്നു പറയുക. ഇങ്ങനെയൊക്കെയുള്ള ലോകത്തിൻ്റേതായ കാര്യങ്ങൾ, അങ്ങനെ ഞാൻ എൻ്റെ സമയം അതിൽ ഞാൻ ചിലവഴിക്കാൻ തുടങ്ങി. എനിക്കിഷ്ടമുള്ളൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ഞാൻ അവളോട് എനിക്ക് ആ ഇഷ്ടം തുറന്നു പറയാൻ ഞാനൊരു ദിവസം തീരുമാനമെടുത്തപ്പോൾ എനിക്കതവളോട് പറയാൻ സാധിച്ചില്ല. എനിക്ക് എന്തോ എൻ്റെ മനസ്സിൽ എന്നെ പിടിച്ച് ഇങ്ങനെ വലിക്കുന്നത് പോലെ എനിക്ക് തോന്നി. വളരെ ശക്തമായ എൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഒരു ഉൾവിളി വരികയാണ്, നിനക്ക് ദൈവവിളി ഉണ്ടല്ലോ, നിനക്ക് അച്ഛനാവണ്ടേ,
പിന്നെ എന്തിനാണ് നീ ഇതിൻ്റെ പുറകെ പോകുന്നത്? എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ എൻജിനീയറിങ് കഴിഞ്ഞ് എൻ്റെ ആദ്യത്തെ ജോലി എനിക്ക് കിട്ടിയപ്പോൾ, ജോലി പ്രവേശിച്ചപ്പോൾ എന്നോടൊരു ചേട്ടൻ വന്ന് പറഞ്ഞു, നീ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കണം. അപ്പോൾ എന്തോ ഇത് ദൈവത്തിൻ്റെ ഒരു ഹിതമായിരിക്കാമെന്ന് ഓർത്ത് ഞാൻ രണ്ടും കൽപ്പിച്ച് സൺഡേ സ്കൂൾ പഠിപ്പിക്കാൻ സൺഡേ സ്കൂൾ ടീച്ചറായി. അതായിരുന്നു എൻ്റെ ലൈഫിൽ ദൈവത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു വലിയൊരു പ്രേരണ. ഈശോയെക്കുറിച്ചും എൻ്റെ കത്തോലിക്ക സഭയെക്കുറിച്ചും പല കാര്യങ്ങൾ എനിക്ക് വളരെ വ്യക്തതയോടെ പിന്നെയും മനസ്സിലാകാൻ തുടങ്ങി. എനിക്ക് ഇഷ്ടപ്പെട്ട വിശുദ്ധരായിരുന്നു വിശുദ്ധി അഗസ്തിനും വിശുദ്ധി അക്വൈനസ്, സെയിൻറ്റ് തോമസ് അക്വൈനസ്. ഈ രണ്ട് വിശുദ്ധരെന്നെ വല്ലാതെ അവർ സ്പർശിച്ചു. വേറൊന്നും കൊണ്ടല്ല, അവരൊരിക്കലും ചോദ്യങ്ങൾ ചോദിക്കാൻ, അവരൊരിക്കലും കർത്താവിനോട് മൽപ്പിടുത്തം കാണിക്കാൻ, അല്ലെ കർത്താവിൽ നിന്ന് ഉത്തരം തേടാൻ അവരൊരിക്കലും മടിച്ചില്ല. അപ്പോൾ എനിക്കെന്തോ ഞാനും അവരെ പോലെ ആണെന്ന് എനിക്ക് എവിടെയോ തോന്നി. അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ പിന്നെ വേറൊരു കമ്പനിയിലോട്ട് ഷിഫ്റ്റായി. ആ കമ്പനിയിൽ ഞാനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി ജോലി തുടങ്ങി. കമ്പനിയുടെ ഹയർ റാങ്ക്സിലോട്ടൊക്കെ പോകാൻ വേണ്ടി ഞാനിങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യുന്നു. പ്രൊമോഷന് വേണ്ടിയൊക്കെ ഞാൻ അധ്വാനിക്കുന്നു. ഇതൊക്കെ ഇങ്ങനെ എന്താ പറയുക നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് കഴിഞ്ഞ വർഷം തൊട്ട് എനിക്ക് ദൈവത്തിലേക്ക് വളരെ സീരിയസ് ആയിട്ട് തിരിച്ചു വരാൻ ഒരു പ്രേരണ ഉണ്ടാകുന്നു. ഞാനിങ്ങനെ ചിന്തിച്ചു, ഇത്രയേ ഉള്ളൂ എൻ്റെ ജീവിതം. ജോലി ചെയ്യണം, ജോലി ചെയ്ത് കഴിഞ്ഞ് കല്യാണം കഴിക്കണം, കുട്ടികളുണ്ടാവണം. ഇതായിരുന്നു ദൈവം എന്നെ ഈ ഭൂമിയിലേക്ക് അയച്ചത്. ദൈവത്തിന് എന്നെക്കൊണ്ട് എന്തോ ആവശ്യമുണ്ടെന്ന് എനിക്കറിയാം. ദൈവത്തിന് എൻ്റെ ജീവിതത്തിലുള്ള എല്ലാ അനുഭവങ്ങളെയും കൂട്ടിച്ചേർത്ത് എന്തോ ദൈവത്തിന് ചെയ്യാനുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ ഞാൻ പിന്നെയും പ്രാർത്ഥനയിൽ കർത്താവിനോട് ചോദിക്കാൻ തുടങ്ങി. കൂടുതൽ കർത്താവിലേക്ക് വിശുദ്ധിയിൽ ജീവിക്കാൻ ഞാൻ പരിശ്രമിക്കാൻ തുടങ്ങി. എല്ലാ ആഴ്ചകളിലും, ഞായറാഴ്ച കൂടാതെ പറ്റുന്ന ദിവസങ്ങളിൽ കുർബാനയ്ക്ക് പോകാനും, കുർബാനയിൽ കൊയറിൻ്റെ ഒപ്പം പാടാനും, സൺഡേ സ്കൂളിൽ മുടങ്ങാതെ എല്ലാ ഞായറാഴ്ചയും വന്ന് പഠിപ്പിക്കാനും എൻ്റെ വിശ്വാസ ജീവിതത്തെ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് എടുക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ കണ്ടൊരു കാര്യമാണ്, ആ പഴയ ആഗ്രഹം എൻ്റെ ഉള്ളിൽ നിന്ന് പോയിട്ടില്ല എന്നെനിക്ക് മനസ്സിലായി. അപ്പോൾ എനിക്കറിയാം ഞാൻ ഈ പ്രായത്തിൽ എത്തി നിൽക്കുവാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം എന്ന് പറഞ്ഞാൽ I was 26. അപ്പോൾ എനിക്കറിയാം ഇനി ഒരു 3 വർഷം 2 വർഷത്തിനുള്ളിൽ എനിക്ക് കല്യാണം കഴിക്കണം. വീട്ടിലുള്ളവരും എനിക്ക് വേണ്ടി ആലോചനകൾക്കൊക്കെ ഇങ്ങനെ എന്നോട് പറയുന്നുണ്ട്, എടാ നിനക്ക് ഞാനൊരു പെൺകുട്ടിയെ കണ്ടുവച്ചിട്ടുണ്ട്, നീ വേണമെന്ന് കണ്ടു നോക്ക്. അങ്ങനെയൊക്കെയുള്ള ആലോചനകളൊക്കെ ഇങ്ങനെ അവരെന്നോടിങ്ങനെ സജസ്റ്റ് ചെയ്യാൻ തുടങ്ങി. എനിക്ക് മനസ്സിലായി ഞാൻ എൻ്റെ ലൈഫിൻ്റെ ഒരു ജംഗ്ഷനിൽ വന്ന് നിൽക്കുക, ഒരു തീരുമാനം എടുത്തേ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ ചിന്തിക്കുമായിരുന്നു, എനിക്ക് കല്യാണം കഴിച്ചാണെങ്കിലും ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാം. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ 2 യൂട്യൂബ് വീഡിയോസ് ഇതുപോലെ കണ്ടത്. ഞാൻ ആ വീഡിയോസിൻ്റെ അധികം ഡീറ്റെയിലോട്ടൊന്നും പോകുന്നില്ല. പക്ഷേ അതിൻ്റെ ഒരു സമ്മറി ഇങ്ങനെയായിരുന്നു. ഈ 2 അച്ഛന്മാരും അവരുടെ വൊക്കേഷൻ സ്റ്റോറിയിലൂടെ പറഞ്ഞൊരു കാര്യമാണ്, അവരും ഇങ്ങനെയാണ് കരുതിയിരുന്നത്, കല്യാണം കഴിക്കും, അത് കഴിഞ്ഞ് അങ്ങനെ ഞാൻ എൻ്റെ ഈശോയ്ക്ക് വേണ്ടി സേവിക്കും, കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ട് കർത്താവിന് വേണ്ടി പറ്റുന്നത്രയും സമയങ്ങൾ ഈശോയ്ക്ക് വേണ്ടി കൊടുക്കും. പക്ഷേ അച്ഛന്മാർ പറഞ്ഞ ആ ഒരു കാര്യം ഇതായിരുന്നു, അവരിങ്ങനെ ദൈവത്തിന് വേണ്ടി അവരവരുടെ പദ്ധതികൾ ഉണ്ടാക്കാൻ തുടങ്ങി. അതായത് ദൈവമേ ഞാൻ ഇങ്ങനെ ചെയ്താൽ എനിക്ക് നിന്നിലേക്ക് എത്താം എന്ന് അവരൊരു സിസ്റ്റമാറ്റിക് പ്ലാൻ ഉണ്ടാക്കാൻ തുടങ്ങി. പക്ഷേ ദൈവം ആഗ്രഹിക്കുന്നത് അതല്ല. ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. നമ്മളെ തന്നെ അതിൽ വിട്ടുകൊടുക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം സമാധാനവും സന്തോഷപൂർണ്ണവും ആവുന്നത് എന്ന് ഈ അച്ഛന്മാർ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഇത് എന്നോടാണ് ദൈവം സംസാരിക്കുന്നത്. ദൈവം വളരെ ക്ലിയർലി എന്നോട് കാണിച്ചു തരുന്നുണ്ട്, യു നീഡ് ടു കം ആൻഡ് സെർവ് മീ എന്നെനിക്ക് മനസ്സിലായി. കൂടുതൽ എൻ്റെ മനസ്സ് പൗരോഹിത്യത്തിലേക്ക് ചായാൻ തുടങ്ങി. അങ്ങനെ ഇരുന്നപ്പോൾ തലശ്ശേരി രൂപതയിലെ ഒരു അച്ഛൻ, ഫാദർ സാബു തോമസ് എന്ന് പറയുന്നൊരു അച്ഛനുണ്ട്. അച്ഛൻ ഒരു ദിവസം ഞങ്ങളുടെ പള്ളിയിൽ കുർബാന ചൊല്ലാൻ വന്നായിരുന്നു, ഈസ്റ്റർ ദിവസം. അപ്പോൾ ഈസ്റ്റർ ദിവസത്തെ കുർബാന കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ അന്ന് അച്ഛനോട് ഞാൻ സ്തുതി പറഞ്ഞപ്പോൾ, ഈസ്റ്റർ കുർബാന കഴിഞ്ഞ് സ്തുതി പറഞ്ഞപ്പോൾ അച്ഛൻ എന്നെ നോക്കുമല്ലായിരുന്നു, അച്ഛൻ എൻ്റെ ആത്മാവിലോട്ട് നോക്കുന്നത് പോലെ എനിക്ക് തോന്നിയേ. എന്താണെന്ന് എനിക്കറിയില്ല, എനിക്ക് അച്ഛനോട് സംസാരിക്കണമെന്ന് പറഞ്ഞു. അച്ഛൻ വീട്ടിൽ വന്നിരിക്കുന്നു. ഞാൻ ഒന്നും പറയുന്നില്ല, അച്ഛൻ്റെ അടുത്ത് ഇരുന്നത് മാത്രമേ ഉള്ളൂ. പറയാൻ തുടങ്ങുന്നതിന് മുമ്പേ അച്ഛൻ എൻ്റെ കണ്ണുകളിൽ നോക്കി പറഞ്ഞു, നിൻ്റെ കണ്ണുകളിൽ ദൈവസ്നേഹത്തിൻ്റെ തീക്ഷ്ണത ജ്വലിക്കുന്നത് എനിക്ക് കാണാം. നീ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ നിനക്കൊരിക്കലും സമാധാനം ഉണ്ടാകത്തില്ല എന്ന് അച്ഛൻ പറഞ്ഞു. സത്യം പറഞ്ഞാൽ അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഒന്നും പറഞ്ഞില്ല തിരിച്ച്. എൻ്റെ കണ്ണ് നിറഞ്ഞു. ഞാൻ അച്ഛനോട് പറയുകയാണ്,
അച്ഛൻ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, എനിക്ക് അച്ഛനാവണമെന്ന് ഒത്തിരി ആഗ്രഹമുണ്ട്, ഈശോയ്ക്ക് വേണ്ടി ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്, എന്താ ചെയ്യണമെന്ന് അറിയില്ല. എൻ്റെ ജീവിതകഥ വളരെ ഷോർട്ടായിട്ട് അച്ഛനോട് പറഞ്ഞു കൊടുത്തു. അച്ഛൻ എന്നിട്ട് എന്നോട് ഇത്രയേ അച്ഛൻ എന്നോട് പറഞ്ഞുള്ളൂ, വേറെ ഒന്നും അച്ഛൻ പറഞ്ഞില്ല. എൻ്റെ മുഖത്ത് നോക്കി അച്ഛൻ പറഞ്ഞ മറ്റൊരു സെൻറ്റൻസാണ്, നിനക്ക് രൂപത വൈദികനാകണോ സന്യാസ ജീവിതത്തിൽ പോകണോ എന്നോട് ചോദിച്ചു. അപ്പോൾ ഒരാളെന്നോട് ഇങ്ങനെ ഡയറക്റ്റായിട്ട് ചോദിക്കുമ്പോൾ അത് എൻ്റെ ഉള്ളിലൊരു കോൺഫിഡൻസ് തന്നു. ഞാൻ പറഞ്ഞു, വെച്ചാൽ ഐ ഡോണ്ട് നോ, എനിക്ക് എന്നെ വളർത്തിയത് എൻ്റെ രൂപതയാണ്, പക്ഷേ എനിക്ക് എവിടെയോ സന്യാസ സഭയോടൊരു ഇഷ്ടമുണ്ട്. കാരണം ഞാൻ നിങ്ങളോട് പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ട വിശുദ്ധർ അവരൊക്കെ ഏതെങ്കിലുമൊക്കെ റിലീജിയസ് ഓർഡേഴ്സിൽ പെട്ടവരായിരുന്നു. അപ്പോൾ എന്നോട് അച്ഛൻ ചോദിച്ചു, ഓക്കെ സന്യാസ സഭയിലൂടെ നിനക്ക് ചായ ഉണ്ട്, എങ്ങോട്ടാണ് മനസ്സ് പോകുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ മടിയൊന്നും കൂടാതെ ഞാൻ പറഞ്ഞു, എനിക്ക് കപ്പൂച്ചൻ സഭയാണ്. അത് ഒരുപക്ഷെ ഞാൻ വായിച്ച എൻ്റെ മിക്ക വിശുദ്ധരും, എനിക്കിഷ്ടപ്പെട്ട വിശുദ്ധരൊക്കെ കപ്പൂച്ചൻ സഭ അല്ലെങ്കിൽ ഫ്രാൻസിസ്കൻ സഭയെന്നായതുകൊണ്ടാവാം എനിക്കിഷ്ടപ്പെട്ട സെയിൻറ്റ് ആൻ്റണി ഓഫ് പാഡുവ അല്ലെങ്കിൽ സെയിൻറ്റ് ബോണവെഞ്ചർ, ഇവരൊക്കെ ഫ്രാൻസിസ്കൻസ് ആയിരുന്നു. അതൊക്കെ ആയിരിക്കാം എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തത്. പിന്നെ സെയിൻറ്റ് തോമസ് അക്വൈനസ് ഒരു ഫ്രയറായിരുന്നു. അപ്പോൾ അച്ഛനിലൂടെ എനിക്ക് ഒരു വൊക്കേഷൻ ക്യാമ്പ് കൂടാൻ പറ്റി. ഞാൻ കണ്ണൂരിലൊരു വൊക്കേഷൻ ക്യാമ്പ് കൂടി. വൊക്കേഷൻ ക്യാമ്പിൽ കൂടിക്കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റിയത്. ഞാനിപ്പോഴും ഓർക്കുന്നു, ദിവ്യകാരുണ്യനാഥനെ എഴുന്നള്ളി വെച്ചുകൊണ്ട് ഒരു ആരാധന ഉണ്ടായിരുന്നു. ആ ആരാധന സമയത്ത് എനിക്ക് അച്ഛൻ പറഞ്ഞ ഒരു കാര്യവും എനിക്കിപ്പോൾ മനസ്സിൽ ഓർമ്മയില്ല, പക്ഷേ എനിക്ക് ആ സമയത്ത് എൻ്റെ അനുഭവം എനിക്ക് ഓർമ്മയുണ്ട്. എൻ്റെ കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞു വരുന്നത് എനിക്കിങ്ങനെ അനുഭവപ്പെട്ടു. ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ആരാധനയുടെ മുഴുവൻ സമയം എൻ്റെ കണ്ണുനീര് തോരാതെ ഞാൻ കരഞ്ഞ് കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഇത് ഇത്രയും നാൾ നീ എൻ്റെ മുമ്പിൽ ഇത്രയും വ്യക്തമായിട്ടിട്ടും ഞാൻ നിന്നെ സംശയിച്ചല്ലോ, ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞ് ഞാൻ കർത്താവിനോട് എൻ്റെ യെസ് ഞാൻ കൊടുത്തു. അങ്ങനെ ഇരുന്നപ്പോൾ അച്ഛനുമായിട്ട് സംസാരിച്ചു. പിന്നെ എൻ്റെ വീട്ടുകാരുമായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്തു, പാരിഷ് പ്രീസ്റ്റുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്തു. അവരെന്നോട് പിന്നെയും ചോദിച്ചൊരു കാര്യമാണ്, നീ എന്തിനാ രൂപതയിൽ ചേരാത്തേ? രൂപതയിലും ഉണ്ടല്ലോ നമുക്ക് സെമിനാരി, അവിടെയും നിനക്കൊരു അച്ഛനാകാമല്ലോ, നീ എന്തിനാ കപ്പൂച്ചൻ സഭയിൽ പോകുന്നു? അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഇത്രയേ ഉള്ളൂ, എനിക്കറിയില്ല എന്താണെന്ന്, പക്ഷേ എനിക്ക് ഈ ഒരു കോൺഗ്രിഗേഷൻ അല്ലാതെ വേറെ എവിടെയും എനിക്കൊരു സമാധാനം ഫീൽ ചെയ്യുന്നില്ല. ദൈവം എനിക്ക് കുഞ്ഞു അടയാളങ്ങൾ വഴി, അതായത് ആ ക്യാമ്പ് കഴിഞ്ഞിട്ട് പോലും കുഞ്ഞു അനുഭവങ്ങളും അടയാളങ്ങളും വഴി കാണിച്ചു തരുന്നത് ഇതുതന്നെയായിരുന്നു, നീ കപ്പൂച്ചൻ സഭയിൽ തന്നെ ചേരണമെന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. ഞാൻ ഈ കാര്യം അവരോട് തുറന്നു പറഞ്ഞു. അങ്ങനെ ഇരുന്നപ്പോൾ അവരെല്ലാവരും അതിന് സമ്മതിച്ചു. ഒരു പ്രൊവിൻസ് ഞങ്ങൾക്ക് തീരുമാനിക്കണമല്ലോ, ഏത് പ്രൊവിൻസ് ചേരണം. അപ്പോൾ എൻ്റെ വീട്ടുകാർ താമസിക്കുന്ന ജോഗ്രഫിക്കൽ ലൊക്കേഷൻ അനുസരിച്ച് അങ്ങനെ ഫൈനലി ഞാൻ ഡിസൈഡ് ചെയ്തു, കോട്ടയം പ്രൊവിൻസിലെ കപ്പൂച്ചൻ സഭയിലോട്ട് ചേരാൻ ഞാൻ തീരുമാനിച്ചു. ദൈവം നമുക്ക് തന്നിട്ടുള്ള ആഗ്രഹം, നമ്മൾ അതിനെതിരായി എന്ത് ചെയ്താലും നമ്മളൊരിക്കലും നമുക്ക് ജീവിതത്തിൽ സന്തോഷം വരില്ല. നമ്മൾ മറ്റാരായി മാറിയാലും, നമ്മൾ വേറെ എന്തൊക്കെ ചെയ്യാൻ ശ്രമിച്ചാലും നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരിക്കലും സാറ്റിസ്ഫൈഡ് ആകത്തില്ല, നമ്മൾ സെറ്റിൽഡ് ആവത്തില്ല, നമ്മുടെ മനസ്സിൽ ആ ഒരു സമാധാനം വരത്തില്ല. ദൈവവുമായി ചേർന്ന് നിൽക്കുക, ഒരിക്കലും ഭയക്കരുത്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞ ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റാണ്, ഡു നോട്ട് ബി അഫ്രേഡ് ടു ഗിവ് യുവർ ലൈഫ് ടു ക്രൈസ്റ്റ്.